റിപ്പോർട്ടിൽ തന്നെ ഞാൻ ഒരു 100 ആളുകളുള്ള വിദ്യാർത്ഥികൾ ഇവിടുത്തെ മാറാട് ജനമൈത്രി പോലീസിൻ്റെ ക്ലാസ് എടുക്കാൻ ഇന്നെ വിളിച്ചു. എത്രയോ വലിയ പ്രഗത്ഭരെ അവർക്ക് കിട്ടും. പിന്നെ ഈ ഭാഗത്ത് ഞാൻ 5-8 ക്ലാസ്സുകൾ എടുത്തു. ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനിൽ ക്ലാസ് എടുക്കാൻ വന്നു. പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വെച്ചിട്ട് SIക്കും പോലീസുകാർക്കും ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ PG പഠിക്കുന്ന കുട്ടികൾക്ക്, എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾക്ക്, ഇങ്ങനെ പിന്നെ റിട്ടയർഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ അവിടെയൊക്കെ പോയിട്ട് ക്ലാസ് എടുക്കാം. പക്ഷെ നമ്മളെ കുടുംബത്തിൽ വന്നിട്ട് അവിടെയൊക്കെ മണിക്കൂറുകൾ 3 മണിക്കൂറൊക്കെ ക്ലാസ് എടുക്കും. നമ്മളെ കുടുംബത്തിൽ വന്നിട്ട് 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ ഒരാളെ വിദ്യാഭ്യാസമോ സാമ്പത്തികമോ കഴിവോ ഒന്നല്ല നോക്കും, അയാൾ പറയുന്നതിൽ എന്തോ കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം കുടുംബസംഗമം ഏത് കാലത്താണ് തുടങ്ങിയതെന്ന് നിങ്ങൾക്കറിയാം. കുടുംബങ്ങളില്ലാതെയായപ്പോൾ കുടുംബസംഗമം തുടങ്ങിയത്. കൂട്ടുകുടുംബങ്ങളൊക്കെ പിന്നെ അതായത് നമ്മൾ വിരുന്നു പോകുന്ന അവസ്ഥകളുണ്ടായിരുന്നു. അകന്ന ബന്ധത്തിൽ പോലും നമ്മൾ കുടുംബം കാണുന്ന കാലഘട്ടം, ആ കാലഘട്ടം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളെന്താക്കി കുടുംബത്തിലേക്ക് പോയി. അച്ഛൻ, പിന്നെ വല്യച്ഛൻ, വല്യമ്മ, എളാമ്മ, എളാപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുടുംബത്തിലേക്ക്. പിന്നെ അതും ചിന്തിച്ചതില്ല. പിന്നെ അച്ഛനും മക്കളും മാത്രമായി അവസ്ഥയിൽ എന്തായി? പിന്നെ അച്ഛനും മക്കളും ഇല്ലാതെ ഞാൻ വേറെ, എൻ്റെ ഭർത്താവ് വേറെ, എൻ്റെ കുട്ടി വേറെ, അങ്ങനെ ഒറ്റയ്ക്കായ ഒരു കാലഘട്ടം വന്നപ്പോഴാണ് കുടുംബസംഗമം വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ കുടുംബമില്ലാതെ ഇപ്പോൾ കുടുംബസംഗമം വന്നില്ലേ? അപ്പോൾ കുടുംബങ്ങളെ എപ്പോഴും ബന്ധങ്ങൾ ഉണ്ടാവണം. മുതിർന്ന ആളുകളെ വാക്ക് അതിലെന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ കുട്ടികളൊക്കെ പറയും ഞങ്ങൾക്ക് ഇവരൊക്കെ ഭയങ്കര ഹൈടെക് കുട്ടികളാണ്, അവർക്ക് ഒരുപാട് അറിവുകളുണ്ട്. എന്താ അറിവുകൾ? ഇന്റലിജൻസ് ആണ്. അതായത് എന്ത് എവിടെ എങ്ങനെയാന്ന് ചോദിച്ചാൽ അവർക്ക് എന്ത് പറഞ്ഞുതരാം. പക്ഷെ ജീവിതത്തിൽ എന്താണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അറിയില്ല. കാരണം എന്താ? ഈ മൊബൈലിൽ കാണുന്നതാണ് അവിടെ ഗുരുക്കന്മാർ. അതിൽ കേൾക്കുന്ന കാര്യങ്ങൾ വേദവാക്യമായിട്ട് ഓരോ കുട്ടികൾ കണ്ടില്ലേ? PG, MTechും BComഉം MBA ഒക്കെ പഠിച്ച കുട്ടികളൊക്കെ ഒരു ഫോൺ കോളിലൂടെ ഒരാളെ ഇഷ്ടപ്പെടുന്നു, ഓടിപ്പോകുന്നു. ചെന്ന് നോക്കുമ്പോൾ 60 വയസ്സുള്ള 16 വയസ്സായ കുട്ടി. അപ്പോൾ ആ കുട്ടിക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും? കാര്യം അങ്ങനെ ഒരു ഫോൺ കോളിലൂടെ, നല്ലൊരു ഭംഗി വാക്കിലൂടെ, ഒരാളെ കാണുമ്പോണ്ടാകുന്ന ചന്തത്തിലൂടെ മയങ്ങി വീഴുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് ജീവിതത്തിൽ എന്താ ഉപകാരം ഉണ്ടാവുന്നത്? ആർക്ക് ഇമോഷണലായിട്ടൊന്നുമില്ല, സ്നേഹിക്കാൻ അറിയില്ല, പിന്നെ ആത്മാർത്ഥത ഉണ്ടാവില്ല, കടമകളില്ല, കടപ്പാടില്ല. ഇതൊന്നും വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടുന്നതല്ല. അപ്പോൾ പഠിപ്പുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം പഠിച്ചു, ഞങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ള ബോധം അത് നമ്മൾ മാറ്റി ചിന്തിക്കണം. ജീവിതത്തിൽ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സ്നേഹം, കടപ്പാട്, ബന്ധങ്ങൾ എങ്ങനെ, ആരോട് എങ്ങനെ പെരുമാറണം, പിന്നെ പറഞ്ഞ കൃത്യനിഷ്ഠ, സത്യസന്ധത, ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് വളർത്തിയെടുക്കേണ്ടതാണ്. എല്ലാം മൊബൈലിൽ 4 വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ വിദഗ്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിലൊന്നും നേടാനില്ല. വിദ്യാഭ്യാസത്തിന് കുറച്ച് മാർക്ക് നേടാൻ ആവശ്യമില്ല, പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് നേടാനൊന്നുമില്ല. പിന്നെ എനിക്ക് കുറച്ച് പ്രായമുള്ളവരോട് പറയാനുള്ളത്, ആരോഗ്യം വലിയൊരു വിഷയമാണ് അല്ലേ? ഇന്നിപ്പോൾ ഒരു 10 വയസ്സായി കഴിഞ്ഞാൽ തന്നെ, 10 വയസ്സാവണ്ട, അതിന് മുന്നേ തന്നെ കുട്ടികളൊക്കെ രോഗികളായി മാറുന്നു. ആളുകളൊക്കെ രോഗികളാണ്. 80% രോഗികളാണ്. 20% ഉള്ളൂ അത്യാവശ്യം നിലവാരത്തിൽ പോകുന്ന ആളുകൾ. അതിൽ 2% സമ്പൂർണ്ണ ആരോഗ്യവാന്മാർ. എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ 24 മണിക്കൂർ ചെലവഴിക്കുന്നുണ്ട്. മൊബൈലിന് മുകളിൽ എത്ര മണിക്കൂർ ചെലവഴിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ ശരീരത്തിന് വേണ്ടി 10 മിനിറ്റ് വ്യായാമം ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? ആ 10 മിനിറ്റ് വ്യായാമം ചെയ്യുന്ന 5 മിനിറ്റ് മാനസിക വ്യായാമം, അവർ 10 പ്രായമാർത്തി കഴിയുമെന്നില്ല, നല്ലൊരു കയ്യിൽ കൊടുത്തിട്ട് ആ വ്യായാമം ചെയ്യേണ്ടതെന്ന് പറയാം. 5 മിനിറ്റ് മാനസിക വ്യായാമം. ഈ 15 മിനിറ്റ് ഈ തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സമ്പൂർണ്ണ ആരോഗ്യം കിട്ടും. ഞാനിപ്പോൾ 36 വയസ്സായി, ഞാൻ 50 വയസ്സായി എന്താവും എനിക്ക് പറയാൻ കഴിയും. 36 വയസ്സിൽ ഞാൻ ഇത്ര ഊർജ്ജസ്വലതയോട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ രോഗം എന്റെ കുടുംബം ഇവിടെ ഉണ്ടല്ലോ. പിന്നെ ബാബേട്ടനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകലുണ്ടോ, അല്ലെ പാപ്പനല്ല മാമനെ ഡോക്ടറെ അടുത്ത് പോകാറുണ്ടോ എന്ന് ചോദിച്ചു നോക്കിയാട്ടോ പോകാറില്ല. ഞാനെന്താ ചുട്ടു ദിവസമായിട്ട് അങ്ങോട്ട് കാര്യങ്ങൾ കഴിച്ചു കൂട്ടും. എന്താ കാരണം? ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം. ഏത് ഭക്ഷണം കഴിക്കണം, ഏത് രോഗികൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം. ഈ മൊബൈലിൽ കാണുന്ന താടകളല്ല കേട്ടോ, അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. പിന്നെ കുറേ ചുറ്റുപാടും നാടൻ വിദ്യകളുണ്ട്, അത് നമ്മൾ ചെയ്യണം. ഒരു 2 മിനിറ്റ് കണ്ണടച്ചിട്ടൊന്ന് നമ്മളെ ഉള്ളിലേക്ക് ഒന്ന് ശാസ്ത്രത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചിങ്ങനെ ഇരുന്ന് നോക്കി ദിവസം 2 മിനിറ്റ്, അതിന് പോലും കഴിയുന്നില്ല. പിന്നെ എന്താ അറിവാണുള്ളത്? എത്ര മണിക്കൂറാണ് മൊബൈൽ നോക്കി കളിച്ചോളൂ. ലോകത്തുള്ള ഒന്നും അറിയില്ല. ആ പെട്ടിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിയിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക്. ഞാനും മൊബൈൽ നോക്കുന്ന ആൾ തന്നെയാണ്, മണിക്കൂറുകൾ
അത് ഞാൻ ഒഴിവാക്കും. വ്യായാമം ചെയ്യാറുണ്ട്. ഇന്നും 4:45 ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇവിടെ എത്തണം, നേരത്തെ എത്തണം. അപ്പോൾ ശരീരത്തിന് വേണ്ടി ശ്രദ്ധിക്കാത്തവർ രോഗികളാവുന്നുണ്ടെങ്കിൽ അവരുടെ കുറ്റാണ്, വേറെ ഒന്നുമില്ല. ചെറിയൊരു വ്യായാമം ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ചിന്തകൾ, ദുഷിച്ച ചിന്തകളാണ് നമ്മളെ അകത്തേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. അതിൽ നമ്മൾ യഥാർത്ഥത്തിൽ നല്ല മനസ്സിൻ്റെ ഉടമകളാണ്. പക്ഷെ പുറത്തുനിന്ന് ഓരോ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിന് പെട്ടെന്ന് വരുമ്പം തന്നെ തള്ളാൻ കഴിയും. ഞാൻ എന്താ ചിന്തിക്കുന്നത്, അയ്യ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമ്മളെ തന്നെ ചിലപ്പോൾ കുറ്റം പറയും. ആ കുറ്റം പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അങ്ങനെ മനസ്സിനെ ശുദ്ധീകരിക്കുക, ശരീരത്തിനെ ശുദ്ധീകരിക്കുക. ഇനിയിപ്പോൾ നീട്ടുന്നില്ല, ഇപ്പോൾ പ്രസംഗം കേൾക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. എന്നാൽ 24 മണിക്കൂർ മൊബൈലിൽ കാണും ചെയ്യാം. അതിനങ്ങനെ താല്പര്യമുള്ളവരുണ്ട്. മൊബൈൽ കാണണ്ടെന്ന് പറയുന്നില്ല, ഓരോന്നിനും ഓരോ സമയങ്ങൾ കണ്ടെത്തും. നമ്മളിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ, നമ്മളൊരു പരിപാടിക്ക് പോയാലും എവിടെ പരിപാടിക്ക് പോയാലും മൊബൈൽ മാറ്റി വെക്കും. ഇപ്പോൾ ഞങ്ങൾ ഐശ്വര്യൻ്റെ പരിപാടി ഇവിടെ നടന്നു. വെറുതെ ഊങ്ക് പറയലിട്ടോ, കളവ് ഞാൻ പറയാറില്ല. ഇവിടെ പരിപാടി നടന്നു ബംഗ്ലാവിൽ വെച്ചിട്ട്. അന്ന് ഇവിടെ പ്രശ്നമായപ്പോൾ അവിടേക്ക് മാറ്റി തന്നു. സത്യം പറയുകയാണെങ്കിൽ ആ പരിപാടി അവസാനിക്കുന്നവർ ഒരാളും മൊബൈൽ തൊട്ടില്ല. അപ്പോൾ ഒരു രക്ഷിതാക്കൾ പിറ്റത്തെ യോഗത്തിൽ എന്താ പറഞ്ഞത്, പാവട്ട എൻ്റെ മോൻ 24 മണിക്കൂർ ഭയങ്കര ഇമോഷണലായിട്ട് 24 മണിക്കൂർ എൻ്റെ മോൻ മൊബൈലിൽ കളിക്കുന്ന മക്കൾ അന്ന് മൊബൈൽ തൊട്ടിട്ടേ ഇല്ല. എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം അപ്പോഴെല്ലാവരും പറഞ്ഞു ഞാനും തൊട്ടില്ല. അപ്പോൾ അത് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പരിപാടിയിൽ പോയാൽ ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ മൊബൈൽ മാറ്റിയിട്ട ഫോൺ വന്നാൽ അത് എടുത്ത് അവിടെ വെക്കുക. ബാക്കി ഒരു കാര്യത്തിൽ നമ്മൾ മൊബൈൽ തൊടാൻ പറ്റും. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതൊരു ചീത്ത